വീട് എന്ന സാധനം നിർമ്മിക്കുന്നത് ഭൂമിയിലാണ്. ഈ ഭൂമിക്ക് നമ്മുടെ എർത്തിന് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ എടുക്കുന്ന ഒരു സാധനമാണ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ പുതിയ പ്രോജക്ട്സുകളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എർത്ത് നല്ല ആവശ്യത്തിന് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ഭൂമിയാണെങ്കിൽ ഞാൻ ഇൻവേർട്ടർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകുന്ന ആളാണ്. വീടിൻ്റെ ഫൗണ്ടേഷനും ബേസ്മെൻറ്റും സാധാരണ ലെവലിലാവാൻ പാടില്ല. പണ്ട് കാലത്ത് ഇന്നും പിന്തുടരു വന്ന ഒരു ഏറ്റവും മണ്ടൻ ചിന്താഗതിയാണെന്ന് ഞാൻ പറയേണ്ട ഗതികേടിലേക്ക് വരാൻ കാരണം വെച്ചാൽ ഈ നാട്ടിലുണ്ടായ കുറേ സംഭവ വികാസങ്ങളാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഫ്ലോർ ലെവൽ, നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഗ്രൗണ്ട് ലെവൽ, ഇതൊക്കെയാണ് ഒരു വീടിൻ്റെ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു എലമെൻ്റ് എന്ന് ഞാൻ പറയുന്നത്. കാരണം സാധാരണ 1.5 അടി ബേസ്മെൻറ്റും 2 അടി ഫൗണ്ടേഷനും അതിൻ്റെ അടിയിലൊരു ബെൽറ്റോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ ഫൗണ്ടേഷൻ പലരും ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് കഴിയുന്നത്ര ബേസ്മെൻറ്റ് പൊക്കണം. കാരണം വെള്ളം എവിടെ നിന്ന് വേണമെങ്കിലും പൊങ്ങാം. ഏത് സമയത്ത് മഴ കൂടുതൽ പെയ്താലും അല്ല ആർട്ടിഫിഷ്യലായിട്ട് ഇവിടുത്തെ ഡാമെല്ലാം തുറന്നാലും നമ്മുടെ സ്ഥിതി എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ അതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വീടിൻ്റെ ഫ്ലോർ ലെവൽ ഉയർന്നിരിക്കണം. അതിന് എക്സ്പെൻസ് കൂട്ടാതെ അത്യാവശ്യം നല്ല ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ഭൂമിയാണെങ്കിൽ ഇൻവേർട്ടർ ഫൗണ്ടേഷൻ എടുക്കുക. അതായത് ഫൗണ്ടേഷൻ അധികം കുഴിക്കുന്നതിന് പകരം ആ മിനിമം കുഴിച്ചിട്ട് ഏറ്റവും മിനിമം എത്ര കുഴിക്കാൻ പറ്റുമോ വെറുതെ ജസ്റ്റ് മണ്ണെടുത്ത് മാറ്റാൻ പറ്റുന്ന ബെയറിംഗ് കപ്പാസിറ്റിയിലെ സോയിലാണെങ്കിൽ അതിൻ്റെ മുകളിൽ ബേസ്മെൻറ്റ് PCC കൊടുത്തുകൊണ്ട് ഫൗണ്ടേഷൻ ഇട്ട്, ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഇൻവെർട്ടറായിട്ട് വരും, മുകളിലോട്ട് വരും. അതിനുശേഷം ബേസ്മെൻറ്റും മുകളിലോട്ട് പോകുമ്പോൾ അപ്പോൾ ഇൻഫാക്റ്റ് ഒരു 1.5 അടി വരുന്ന സ്ഥലത്ത് ഒരു 4 അടിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വരും.